ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവം താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഷഹബാസ് എന്ന ഒരു വിദ്യാർത്ഥി സഹപാഠികളുടെ മർദ്ദനത്താൽ മരിക്കുന്നു, കൊല്ലപ്പെടുന്നു എന്ന ദാരുണമായ സംഭവം കേരളം സാക്ഷ്യം വഹിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ഏറ്റവും പുതിയതായി പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്ന ചില കാര്യങ്ങളാണ്. തലയോട്ടിക്കേറ്റ വലിയ ക്ഷതമാണ്, തലയോട്ടി പൊട്ടുന്ന തരത്തിലുള്ള ക്ഷതമാണ് ഷഹബാസ് നേരിട്ടത്. അതാണ് മരണകാരണം, അതാണ് മരണത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മർദ്ദനം എന്നത്. ചെവിക്ക് പിന്നിലും ക്ഷതമേറ്റിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള കൂട്ടത്തല്ലിൽ വളരെ മാരകമായ പരുക്കേൽക്കുന്ന മർദ്ദനമാണ് സഹവിദ്യാർത്ഥികളിൽ നിന്ന് സമപ്രായക്കാരിൽ നിന്ന് ഷഹബാസ് എന്ന ആ വിദ്യാർത്ഥിക്ക് കൗമാരക്കാരന് നേരിടേണ്ടി വന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ്മോർട്ടത്തിലെ വിവരങ്ങൾ സൂചിപ്പിക്കുന്ന അതാണ്. ഇപ്പോൾ ഷഹബാസിൻ്റെ സംസ്കാര ചടങ്ങുകളാണ് താമരശ്ശേരിയിലെ വീട്ടിൽ പുരോഗമിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഈ സ്വാഭാവികമായൊരു സംഘർഷമുണ്ടായി അതിൽ നിന്ന് മർദ്ദനമേക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ചില മാനങ്ങൾ ഇതിനുള്ളത് ഈ വാട്സപ്പുകളിലൊക്കെ പ്രചരിച്ച, അതായത് ഇവരുടെയൊക്കെ ഗ്രൂപ്പുകളിൽ വന്ന ഈ വിദ്യാർത്ഥികളുടെ ശബ്ദ സന്ദേശമാണ്. അതായത് പ്രതികളായ വിദ്യാർത്ഥികളടക്കം പറയുന്ന കാര്യങ്ങൾ, ഷഹബാസിനെ കൊല്ലണം എന്ന് നിശ്ചയിക്കുന്ന ശബ്ദ സന്ദേശം 1. 2, കൂട്ടമായി എത്തി ആക്രമിച്ചാൽ കേസ് നിലനിൽക്കില്ല എന്ന ആസൂത്രണത്തെ സംബന്ധിച്ച് കൗമാരപ്രായക്കാർ പറയുകയാണ്. എങ്ങനെയാണ് അവർക്ക് അത്തരത്തിലൊരു ചിന്ത വരുന്നത്, സഹപാഠിയെ കൊല്ലണമെന്ന്? അങ്ങനെ കൊല്ലാനുള്ള ഒരു ക്രൈം അത് കേസിലേക്ക് എത്തില്ല, ശിക്ഷിക്കപ്പെടില്ല എന്ന ആസൂത്രണത്തിൻ്റെ ക്രിമിനൽ ബുദ്ധി എങ്ങനെയാണ് ഈ കൗമാരക്കാരായ വിദ്യാർത്ഥികളിൽ എത്തുന്നത്? അതിനുശേഷം കൂട്ടമായി അവരെത്തുന്നു, ഷഹബാസിനെ മർദ്ദിക്കുന്നു, നഞ്ചക്കുപയോഗിച്ചാണ് തലയ്ക്ക് മർദ്ദിക്കുന്നത്. ആ അടിയാണ് ഒരുപക്ഷെ തലയോട്ടി പിളർക്കുന്നത്. നമുക്ക് അറിയാം, തലയോട്ടി പിളരാൻ പാകത്തിലുള്ള ശക്തിയുള്ള അടി അതെങ്ങനെയാണ് ഒരു സഹപാഠിക്കുമേൽ അടിക്കുന്നത്? ഇത്യാദി ചോദ്യങ്ങളാണ് ബാക്കി പത്രമായി വരുന്നത്. എങ്ങനെയാണ് നമ്മുടെ ക്യാമ്പസുകളിൽ ഇത്തരം എലമെൻറ്റുകൾ രൂപപ്പെടുന്നത് എന്നത് വളരെ ഗൗരവമായി പരിശോധിക്കണമെന്ന് രാഷ്ട്രീയ കേരളം, വിദ്യാർത്ഥി കേരളം, സാംസ്കാരിക കേരളം ഇപ്പോൾ ആവശ്യമുന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഈ കൊലപാതകത്തെ കാണേണ്ടത്. സഹപാഠികളാൽ കൊല്ലപ്പെട്ട ഷഹബാസ് എന്ന താമരശ്ശേരിയിലെ ആ കൗമാരക്കാരൻ, അവൻ്റെ മൃതദേഹം അല്പസമയത്തിനകം ഖബറടക്കും. അതിനു മുമ്പായി അവൻ്റെ വീട്ടിൽ, അതായത് ഷഹബാസിൻ്റെ വീട്ടിൽ, താമരശ്ശേരിയിലെ വീട്ടിൽ നടക്കുന്ന സംസ്കാര ചടങ്ങുകൾ ആണ്, അതിൻ്റെ തത്സമയ സംരക്ഷണമാണ് നാം ഇപ്പോൾ കാണുന്നത്. വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷത്തിലേക്ക് പോകുന്നു. ഒരു വിദ്യാർത്ഥിയെ ബോധപൂർവം കൊല്ലാനുള്ള ആസൂത്രണം നടത്തുന്നു. അത് ശബ്ദ സന്ദേശങ്ങളായി വാട്സപ്പിലടക്കം പ്രചരിപ്പിക്കുന്നു. അതിനുശേഷം കൂട്ടമായി എത്തുന്നു, തല്ലുന്നു. തലയോട്ടി തകരുന്ന വിധത്തിൽ ആയുധങ്ങളുമായി എത്തിയാണ് തല്ലുന്നത്. അതും സമപ്രായക്കാരായ സഹപാഠികൾ. അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു സംഭവഗതിയുടെ പരിണിത ഫലമാണ് ഒരു കുട്ടി മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. തലയ്ക്കടിയേറ്റ ശേഷം വളരെ ക്ഷീണിതനാണെന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞ ശേഷം വീട്ടിലെ മുറിയിൽ കയറി കിടക്കയിൽ കിടക്കുകയായിരുന്നു അവൻ. കുറേ സമയം കഴിഞ്ഞിട്ടും എഴുന്നേൽക്കാത്ത സാഹചര്യത്തിൽ അമ്മ കൂട്ടുകാരോട് ബന്ധപ്പെട്ടപ്പോഴാണ് അത്തരത്തിലൊരു സംഘർഷം നടന്നത് വീട്ടുകാരറിയുന്നത്. അതിനുശേഷം നടത്തിയ പരിശോധനകളിൽ അവന് ബോധമില്ലാത്ത അവസ്ഥ മനസ്സിലാക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ വെച്ച് മരണം സ്ഥിരീകരിക്കുന്നു. ഇപ്പോഴാണ് പോസ്റ്റ്മോർട്ടത്തിലെ വിവരങ്ങൾ പുറത്തെത്തുന്നത്. തലയോട്ടി പിന്നിൽ നിന്ന് തകർന്നാണ് അവൻ മരിച്ചിരിക്കുന്നതെന്നാണ് ബോധ്യമാകുന്നത്. ചെവിക്ക് മുകളിലും ക്ഷതമേറ്റിട്ടുണ്ട്. അതായത് തല എന്ന മർമ്മസ്ഥാനത്തെ ലക്ഷ്യമാക്കി സഹപാഠികൾ അടിക്കുന്നു. ആ അടി സാധാരണഗതിയിലുള്ള ഒരു അടിയല്ല. തലയോട്ടി, കൗമാരക്കാരനായ ഒരു മനുഷ്യൻ്റെ തലയോട്ടി തകരുന്ന വിധം ശക്തിയായി അടിക്കുന്നു. അത് മാത്രമല്ല, അതിനുള്ള ആസൂത്രണം നടത്തുന്നു, കൊല്ലണം എന്നതുമായി ബന്ധപ്പെട്ട് ഇത്യാദി കാര്യങ്ങൾ. കേസ് എടുക്കില്ല കൂട്ടമായി എത്തിയാൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിദ്യാർത്ഥികൾ അങ്ങനെ മർദ്ദിക്കുന്നത്. എന്തായിരുന്നാലും സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അതിൻ്റെ തത്സമയ സംരക്ഷണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താമരശ്ശേരിയിലെ വീട്ടിൽ നിന്നും ചേതൻ, ഞങ്ങളുടെ പ്രതിനിധി കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. ചേതൻ, ഇനി ഖബറടക്കം അല്ലേ? ഏത് പള്ളിയിലാണ് ഖബറടക്കുന്നത്? അജിംഷാദ്, ഇപ്പോൾ അതായത് ആദ്യം തീരുമാനിച്ചത് ഈ മുഹമ്മദ് ഷഹബാസ് താമസിക്കുന്ന വാടക വീട്ടിൽ അല്പസമയം പൊതുദർശനം വെക്കുകയാണ് എന്നതാണ്. ശേഷമാണ് ഇപ്പോഴുള്ള പാലോറ കുന്നിലെ തറവാട്ട് വീട്ടിൽ മൃതദേഹം അല്പസമയം വെച്ചതിന് ശേഷം ഈ ഖബറടക്കത്തിലേക്ക് കടക്കുക എന്ന കാര്യം മുൻകൂട്ടി തീരുമാനിച്ചത്. പക്ഷെങ്കിൽ സമയം വൈകുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം കഴിയാൻ തന്നെ 2-2.5 മണിക്കൂർ കഴിഞ്ഞു. നമ്മളിപ്പോൾ ഉള്ളത് പാലോറ കുന്നിലെ മുഹമ്മദ് ഷഹബാസിന്റെ തറവാട്ട് വീട്ടിലാണ്. ഇതിനുശേഷം മയ്യത്ത് നമസ്കാരത്തിനായി കെടവൂരിലുള്ള ജുമാ മസ്ജിദിൽ കൊണ്ടുപോകും. പിന്നീട് കെടവൂരിലുള്ള മദ്രസയിൽ
ഷഹബാസ് പഠിച്ച മദ്രസയിൽ അല്പസമയം മൃതദേഹം പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമായിരിക്കും ഈ കെടവൂരിലുള്ള ജുമാ മസ്ജിദിൽ ഖബറടക്കം നടക്കുക എന്നതാണ്. ഈ വിഷയത്തിൽ പ്രധാനമായും നമ്മൾ നോക്കിക്കാണേണ്ടത് കൗമാരക്കാരിൽ ഇങ്ങനെ വളർന്നു വരുന്ന ഈ കുറ്റവാസന, അതാണ് നമ്മൾ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അഡ്രസ് ചെയ്യേണ്ടത്. വളരെ നമ്മൾ പെട്ടെന്ന് ഒരു പ്രകോപനത്തിന്റെ പേരിൽ സംഭവിച്ചു പോയതല്ല, വളരെ കരുതിക്കൂട്ടി മുൻകൂട്ടി തീയതിയും സമയവും നിശ്ചയിച്ചിട്ടുള്ള ആണ് ഇത് നടപ്പിലാക്കിയത് എന്ന് വേണം എടുത്തു കാണേണ്ടത്. അതായത് സംഭവം ഇങ്ങനെയാണ്. ഇതിനൊക്കെ തുടക്കം കഴിഞ്ഞ ഞായറാഴ്ചയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഈ താമരശ്ശേരിയിലെ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ ഫെയർവെൽ പാർട്ടിയാണ്. 10ാം ക്ലാസ്സിലെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് ഇനി പൊതു പരീക്ഷയിലേക്ക് കടക്കുന്ന മുമ്പായി ഫെയർവെൽ പാർട്ടി അവസാനം പാർട്ടിയാണ്. ഈ പാർട്ടിയിൽ ഈ ഷഹബാസ് പഠിച്ച ഈ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ്സിലെ ഷഹബാസിന്റെ കൂട്ടുകാർ കപ്പിൾ ഡാൻസ് ചെയ്തു. ഈ ഡാൻസ് ചെയ്യുന്നതിനിടയിൽ പാട്ട് വെച്ചത് മൊബൈൽ ഫോണിലായിരുന്നു. ഈ മൊബൈൽ ഫോൺ ഓഫായി. ഈ മൊബൈൽ ഫോൺ ഓഫായതോടുകൂടി ഈ സഹപാഠികളായ മറ്റ് വിദ്യാലയത്തിലെ സഹപാഠികളായ, അതായത് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ കൂകി വിളിച്ചു. ഇത് ഇവർക്ക് വലിയൊരു പ്രകോപനം സൃഷ്ടിച്ചു. ഉടനെ തന്നെ അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങിയെങ്കിലും ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ അധ്യാപകർ ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു. പക്ഷെ ഈ വിഷയം ഈ ഷഹബാസിന്റെ സഹപാഠികൾ വളരെ വൈകാരികമായി ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതിനു വേണ്ടി ശേഷം ഇവർ ചെയ്തത് പ്രത്യേകമായി ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങുകയും ഇതിനു വേണ്ടി ആളെ ഇവരെ തിരിച്ചു മർദ്ദിക്കുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന വോയിസ് മെസ്സേജുകളാണ് പുറത്തു വരുന്നത്. ഇവർ ഈ നിയമത്തെ സംബന്ധിച്ച് ചില അജ്ഞതകളുണ്ട്. അതായത് കയ്യാങ്കളിയൊക്കെ നടത്തിയാൽ പോലീസുകാർ കേസെടുക്കില്ല, ഷഹബാസിനെ കൊല്ലണം എന്ന രീതിയിൽ പറയുന്ന വോയിസ് മെസ്സേജുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഇവർ ബോധപൂർവം ഇത് മുൻകൂട്ടി തീരുമാനിച്ച് ചെയ്തതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, മാരക ആയുധങ്ങളുമായാണ് ഇവർ ഇങ്ങോട്ടേക്ക് വന്നത്. അതിനർത്ഥം ഇവർ മർദ്ദിച്ച് കൊലപ്പെടുത്തുക എന്ന് തന്നെ അത് സാധൂകരിക്കുന്ന